4 മണിക്ക് പരിപാടി പറഞ്ഞിരുന്നു. ബീന പോളും സജിത മഠത്തില് മിനി സുകുമാർ അങ്ങനെ കുറെ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ ബ്ലോക്കൊക്കെയാണ്. എല്ലാവരും എത്തുന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യവും കണക്കിലെടുത്ത് ഞങ്ങൾ ആദ്യമേ തന്നെ പ്രോഗ്രാം തുടങ്ങാമെന്ന് വെച്ചാൽ നിങ്ങളും ഒക്കെ തിരക്കിലായിരിക്കും, ചാനലുകളിലും പ്രവർത്തകരും ഒക്കെ. അപ്പം അതുകൊണ്ട് നേരെ പരിപാടിയിലേക്ക് പോവുകയാണ്. ആദ്യം സ്വാഗതം. ഇത് ക്രിയേറ്റീവ് വിമൻ കളക്റ്റീവ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എങ്ങനെ കേരളത്തിനെ ഒരു ജെൻഡർ സെൻസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനുള്ള നിരന്തരമായ ചർച്ചകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പരിപാടിക്ക് സ്വാഗതം പറയാനായി ഗീതാഞ്ജലി കൃഷ്ണനെ വിളിക്കുന്നു. അതിനുശേഷം ശ്രീമതി ചന്ദ്രമതി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അപ്പോഴേക്കും WCCയുടെ പ്രവർത്തകർ ജോയിൻ ചെയ്യും. അപ്പോൾ ആദ്യം സ്വാഗതം. കാലഘട്ടത്തിന്റെ ഒരാവശ്യമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. അത് 4 വർഷം പൂർത്തിവെച്ചിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു വാർത്തയിൽ നമ്മുടെ കേരളത്തിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് പുറത്തേക്ക് വന്ന വെളിപ്പെടുത്തലുകളും മാറ്റങ്ങളും നമ്മളുടെ കേരളത്തിലെ ജെൻഡർ സെൻസിറ്റിവിറ്റി, കേരളത്തിലെ സമൂഹത്തിനെ എങ്ങനെ ബാധിക്കുന്നു, നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, നമ്മൾക്ക് എല്ലാവർക്കും ജോലി ചെയ്യാനും സുരക്ഷിതമായി ജോലി ചെയ്യാനും സ്വസ്ഥമായി ജോലി ചെയ്യാനും ജീവിക്കാനും ഉള്ള ഒരു അവസരം നമുക്ക് വേണം. അപ്പൊ ആ ഒരു അവസ്ഥ കേരളത്തിൽ എങ്ങനെ സംജാതമാകും, അതിനുവേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതിനിടയ്ക്ക് ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് എല്ലാവരും എത്തിച്ചേരുമെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും കുറച്ച് വൈകും എന്ന് പലരും അറിയിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഓരോരുത്തരെയായിട്ട് സ്വാഗതം പറഞ്ഞ് വിളിക്കുന്നില്ല. പക്ഷെ ഇവിടെ എത്തിയ മീഡിയ പേഴ്സൺസ്, ബാക്കി നമ്മുടെ സുഹൃത്തുക്കളായ എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. ആദ്യമായി സ്വാഗതം പറയുന്നത് നമ്മുടെ ഉദ്ഘാടക എഴുത്തുകാരി ചന്ദ്രമതിയെയാണ്. ചന്ദ്രമതിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായ എഴുത്തുകാരികളിൽ ഒരാളാണ് ചന്ദ്രമതി. കഥ എഴുത്തുകാരിയാണ്. തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് പ്രൊഫസറായി റിട്ടയർ ചെയ്തതാണ്. ചേച്ചിയുടെ ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള എന്നൊരു കഥ സിനിമയാക്കിയിട്ടുണ്ട്. ചന്ദ്രമതിക്ക് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ചേർന്നിരിക്കുന്നത് ഉഷയാണ്. ഡോക്ടർ ഉഷ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ വിമൻസ് സ്റ്റഡീസ് വിഭാഗത്തിന്റെ മേധാവിയാണ്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്. സ്ത്രീപക്ഷവും പരിസ്ഥിതിയും മാധ്യമങ്ങളും എല്ലാം ഉഷയുടെ ഗവേഷണ വിഷയമാണ്. ഇപ്പോൾ കേരള സ്റ്റേറ്റിന്റെ വിമൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്നു. ഉഷയ്ക്ക് ഈ നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത് നമുക്ക് എത്തിയിരിക്കുന്നത് നമ്മളുടെ ഒരു കൂട്ടുകാരിയാണ് ഗംഗ. സോഷ്യോളജി MA കാര്യവട്ടം. സോഷ്യോളജി MA കാര്യവട്ടത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. പുതിയ തലമുറ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് ഗംഗയിൽ നിന്നും അറിയാം. ഇനി വരാനുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ വരുന്നതനുസരിച്ച് പരിചയപ്പെടുത്തുകയും അവരെ ക്ഷണിക്കുകയും ചെയ്യാം. ചന്ദ്രമതി ചേച്ചിയെ നമ്മുടെ ഈ ചർച്ചയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യാനായി സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ലിംഗ സമത്വ ബോധത്തിനെ എങ്ങനെ മാറ്റാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു മാറ്റം വരുത്തുന്നത്? നമുക്കറിയാം, നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്ന് ഏറ്റവും പെട്ടെന്നൊരു ഷോക്ക് പോലെ. ഇപ്പൊ ഞങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതകാലത്ത് ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചില്ല. അതായത് ഇത്രയും കാലം വരെ നമുക്കറിയാമായിരുന്നു, ഒരു പെണ്ണ് ആക്രമിക്കപ്പെട്ടാൽ, അപമാനിക്കപ്പെട്ടാൽ അവളുടെ മാനം പോകും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിന്നിരുന്നത്. മാനഭംഗം എന്നൊരു വാക്ക് പോലും പത്രങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാനായി ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു പെണ്ണ്, നമുക്കറിയാം, ഒരു സ്ത്രീ
തിരിഞ്ഞു നിന്ന് എനിക്ക് നേരിട്ട അപമാനത്തെ ഞാൻ നേരിടും, ശക്തമായി തുറന്നു പറയുമെന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനെ 2017 ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. 2019 അവരുടെ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കറിയാം 4.5 വർഷം കാത്തിരുന്ന അവസാനമാണ് ഇപ്പോൾ ഇത് വരികയും, പക്ഷേ വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു സമൂഹത്തിൽ അത് മാറ്റമുണ്ടാക്കി എന്നുള്ളതിന് വലിയ സത്യം തന്നെയാണ്. എത്ര നമ്മൾ അതിനെ നിഷേധിച്ചിട്ടും കാര്യമില്ല. ഇതിനു മുമ്പ് സ്ത്രീ അവരുടെ മാനം പോയിരുന്നിടത്ത് ഇപ്പൊ സ്ത്രീ പറഞ്ഞാൽ അത് ഏത് തരത്തിൽ അത് ഇപ്പൊ നടക്കുന്നത് ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നുള്ളതൊക്കെ വേറൊരു ചോദ്യമാണ്. എങ്കിൽ പോലും സമൂഹത്തിൽ ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന രീതിയിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് പഴയതുപോലെ മടങ്ങി പോവുകയാണെങ്കിൽ അത് പിന്നെ ഒരിക്കലും കേരളത്തിന്റെ ഒരു ലിംഗബോധത്തെ മാറ്റിയെടുക്കാൻ പറ്റും തോന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു ഒരു ഡിസ്കഷൻ സീരീസ് പോലെ ഞങ്ങൾ ചുറ്റിയിരുന്ന് ഡിസ്കഷൻ നടത്തുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ അത് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിരന്തരമായ ഒരു ഡിസ്കഷൻ സീരീസ് നമ്മൾക്ക് പ്ലാൻ ചെയ്യുകയാണ്. അതിൽ ആദ്യത്തേതാണ് ഇന്നത്തെ ഈ ചർച്ച, ഇന്നത്തെ ഈ സെഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഇപ്പോൾ WCC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുകയും അവർ ശക്തമായി ഇടപെടുകയും ചെയ്തതുകൊണ്ടായതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇത് ഒരിടത്ത് മാത്രമായിട്ട് ഇപ്പോൾ അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ പല ഫീൽഡുകളിലും ഇതുപോലെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് അനുഭവിക്കുന്നത്. എല്ലാ രംഗത്തു നിന്നും സ്ത്രീകൾ പരാതി പറയുകയാണ്. അപ്പൊ കേരളത്തിന്റെ മുഴുവൻ ലിംഗബോധത്തെ മാറ്റിയെടുക്കുന്ന രീതിയിൽ എങ്ങനെ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താമെന്നുള്ള നിരന്തരമായ ചർച്ചകൾ ഇവിടെ ആവശ്യമാണ്, പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണിത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഒരു പരിപാടി തുടങ്ങിയത് ഞാൻ പറഞ്ഞു, നമ്മളുടെ ശ്രീധാര യെച്ചൂരിയുടെ മരണത്തെ കുറിച്ച് കേട്ടു. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചുള്ള അടുത്ത നിമിഷങ്ങൾ നമുക്കറിയാൻ തിരക്കുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേഗം പരിപാടി തുടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബീനാപ്പോളും സജിത മഠത്തിലും ഒക്കെ ഇപ്പൊ തന്നെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇനി നടക്കേണ്ടത്. നമുക്കെല്ലാം പ്രിയപ്പെട്ട, നമുക്കറിയാം എഴുത്തിലൂടെ സജിത മഠത്തിൽ വന്നത്, എഴുത്തിലൂടെ നമ്മളെ എല്ലാം ഒരുപാട് തരത്തിലുള്ള ഒരു ജെൻഡർ ബോധമൊക്കെ ഞങ്ങളിലൊക്കെ ഉണ്ടാക്കി തന്ന ആളാണ് ചന്ദ്രമതി. നർമ്മരസത്തിൽ കൂടി തന്നെയാണ് അത് പലപ്പോഴും അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം, ഈ ഡിസ്കഷൻ സീരീസിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ചന്ദ്രമതി ടീച്ചറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഉദ്ഘാടനം നിർവഹിക്കുകയാണ് എൻ്റെ ജോലി. അത് ഏറ്റവും എളുപ്പമായ ഒരു പ്രക്രിയയാണ്, ഏറ്റവും സുരക്ഷിതമായ ഒന്നാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബീന എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ മറന്നു പോകുന്നതിന് മുമ്പ് അത് തന്നെ ആദ്യം പറഞ്ഞോട്ടെ. ക്രിയേറ്റീവ് വിമൻസ് കളക്റ്റീവ് ഇവിടെ നടത്തുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മാറുന്ന കേരളവും എന്ന പൊള്ളുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ ചർച്ച വളരെ സന്തോഷപൂർവ്വം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഔട്ട്സൈഡറാണ്, ഇൻസൈഡറല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സിനി ഫീൽഡിനെ കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് 2 വാക്ക് പറയാൻ ഒക്കുകയുള്ളൂ. സീതാമഠത്തിനെ പോലെയുള്ള പ്രഗത്ഭരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്, ബീനാപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഇടയിൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ സാങ്കത്യം കുറയും. എന്നാൽ പോലും ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു 2 വാക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റുകയുള്ളൂ. അതായത് ഇപ്പോൾ ഈ പീഡനം, സ്ത്രീപീഡനം ഒന്നും പുതിയതൊന്നുമല്ല. നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നെങ്കിലും ഇതൊക്കെ പണ്ടേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. സ്ത്രീകൾ ശാരീരികവും മാനസികവുമായ പീഡനം അനുഭവിക്കുന്നവർ കുടുംബത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ അടുത്ത ബന്ധുവലയം അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങളല്ലാതെ ഇതൊന്നും പറഞ്ഞിരുന്നില്ല, ഇതൊന്നും അവർ പങ്കുവച്ചിരുന്നില്ല. കാരണം അവരെ പങ്കുവച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ നീതി അന്ന് കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളിൽ മാത്രം ചുറ്റിത്തിരിയുന്ന, എന്നിട്ട് കുടുംബത്തിനുള്ളിലായാലും ഏത് ഫീൽഡിലായാലും അവിടെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി നമ്മുടെ സിസ്റ്റമായിട്ട് വളർന്നത്. ഞങ്ങളുടെ ഗ്രാമത്തില് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരൊരിക്കൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ മക്കളുടെ അച്ഛൻ എൻ്റെ അച്ഛൻ തന്നെയാണ്.
അതാണ് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ആദ്യം കേട്ടിട്ടുള്ള ഒരു ബഹിസ്ഫുരണം ഈ അവർത്തിയ ദേഷ്യത്തിന്റെ. എന്റെ മക്കളുടെ അച്ഛൻ എന്റെ അച്ഛൻ തന്നെയാണ്. അവരുടെ കുടുംബത്തിനുള്ളിൽ നടന്ന ആ ഗാർഹിക പീഡനത്തിന്റെ കഥ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെ അവർ പറയുകയായിരുന്നു. പക്ഷെ അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചിരുന്നവർ ചുരുക്കമായിരുന്നു. ഇപ്പൊ ഈ കളക്റ്റീവ് തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറുന്ന കേരളം. ഇപ്പൊ കേരളം മാറിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്ന ചർച്ച നമുക്ക് നടത്താൻ പറ്റുന്നത്. മാറിയത് കൊണ്ടാണ് പലരും അവരുടെ പീഡാനുഭവങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിൽ നിന്ന് വെളിയിലേക്കുള്ള വഴികൾ എന്താണെന്ന് അന്വേഷിക്കുവാനുമുള്ള ഒരു അവസരം കിട്ടുന്നു. ഇപ്പോൾ സ്ത്രീക്ക് അവളുടേതായ ഒരു സ്പേസ് ഉണ്ടായി. കുടുംബത്തിനകത്തും സമൂഹത്തിനും ജോലി സ്ഥലത്തും എല്ലാം നിയമസഹായം ഉണ്ടായി. ഇതൊക്കെ ഒരു അല്പമൊക്കെ എല്ലാ ഫീൽഡിലും എന്ന പോലെ ഇവിടെയും ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളും ഇല്ലെന്നല്ല. എന്നാൽ പോലും ഇത് കിട്ടിയത് കൊണ്ട് സ്ത്രീക്ക് അവളുടെ പീഡനങ്ങൾ, അവളുടെ യാതനകൾ ഇതെല്ലാം തുറന്നു പറയാനും പങ്കുവയ്ക്കാനുമുള്ള ഒരു അവസരം ഉണ്ടായി. ആ അവസരത്തിന്റെ ഒരു എന്താ പറയാ അവസരത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചർച്ച. അല്ലെങ്കിൽ നമ്മളിതൊന്നും അറിയുക പോലും ഇല്ല പലപ്പോഴും. എന്തായാലും നവമായ ഒരു സ്ത്രീ സ്വാതന്ത്ര്യവാദത്തിന്റെ ഫലമാണ് ഈ നിർഭയത്വം കയ്യിൽ വന്നതോടെയാണ് സ്ത്രീ സംസാരിക്കാൻ തുടങ്ങിയത്, തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ആ നിർഭയത്വം കൊണ്ടാണ് ചില സംഗതികൾ മൂടപ്പെടേണ്ടതല്ല, അത് ഷെയർ ചെയ്യേണ്ടതാണ്, പബ്ലിക്കുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നൊരു ധാരണ സ്ത്രീകളിൽ തന്നെ ഉണ്ടായത്. ഇതിന്റെ എല്ലാം തുടക്കം വാഹനത്തിനുള്ളില് ഒരു പ്രതികാരത്തിന്റെ നടപടിയായി പീഡിപ്പിക്കപ്പെട്ട സിനിമാ നടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവരൊറ്റ സ്ത്രീ കാരണമാണ് ഇന്ന് ഇങ്ങനെ ഒരു കമ്മിറ്റി അവർ രൂപീകരിച്ചതും അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതും പിന്നീടുണ്ടായ തുടർ കാര്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ മീറ്റിംഗ് വരെ അവരത് തുറന്നു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. ആ ധൈര്യം നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. ആ ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും സ്വായത്തമാക്കാൻ ശ്രമിക്കാതെ വയ്യ. അപ്പൊ ഇതിന് വളരെ മാറുന്ന കേരളവും അതുപോലെ തന്നെ മാറുന്ന സ്ത്രീവാദങ്ങളും സഹായിച്ചിട്ടുണ്ട്. ഇന്ന് സ്ത്രീ പഴയതുപോലെ ഒതുങ്ങി കഴിയേണ്ടവളല്ല. നമ്മുടെ കേരള സമൂഹത്തിനെ കുറിച്ച് പറയും, സ്ത്രീ ഇങ്ങനെ തൂണിന്റെ പുറകിൽ മറിഞ്ഞു നിന്ന് ഓപ്പയെ നെല്ല് തീർന്നു എന്ന് പറയുന്നവളാണ്. ഇന്ന് അങ്ങനെയല്ല. അവൾ കൃഷി ചെയ്യുന്നു, അവൾ നെല്ലുണ്ടാക്കുന്നു, അവൾ ആഹാരമുണ്ടാക്കുന്നു, അവൾക്ക് അതിൽ എല്ലാത്തിനും ഒരു അവകാശവാദവും വന്നു. ഇതിനൊക്കെ കാരണം ഈ രീതിയിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ്. അത് ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയും എല്ലാം നമുക്ക് തുറന്നു പറയാൻ സാധിക്കുന്നു. പിന്നെ മറ്റൊന്ന് മാറുന്ന കേരളത്തിന്റെ മുഖമുദ്രയായിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെയും മറ്റു മീഡിയകളുടെയും വളർച്ചയാണ്. അവരും ഈ പറഞ്ഞ പോലെ വാർത്തകളൊക്കെ നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യഥാശ്രമം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പലതും നമുക്ക് അറിയാൻ പറ്റുന്നു. ഇത്രയും ചാനലുകളില്ലായിരുന്നെങ്കിൽ, സോഷ്യൽ മീഡിയ ഇത്രയും പ്ലാറ്റ്ഫോമുകൾ തന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഇത്രയും നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന കാര്യത്തിനും സംശയമുണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടായത് ഈ മാറുന്ന കേരളം എന്ന് പറഞ്ഞ നമ്മുടെ ടൈറ്റിലിന്റെ ഒരു അംശമായിട്ട് നമുക്ക് കാണാം. ഇവിടെ മീന സംസാരിച്ചപ്പോ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 ഡിസംബറിലാണ് സമർപ്പിക്കപ്പെട്ടത്. ഏതാണ്ട് ഒരു 4-4.5 വർഷം അത് പുറത്തു വന്നില്ല. പ്രസിലെ വാചകങ്ങൾ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിക്കുന്ന വാചകങ്ങളൊക്കെ അത് പൂഴ്ത്തിവെക്കപ്പെട്ടു. എന്തുകൊണ്ട്? ആരാണിത് പൂഴ്ത്തിവെച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിർഭയമായ ഒരു ഭരണകൂടമായിരുന്നെങ്കിൽ ഇതിനകം നടപടികൾ ഉണ്ടായി. ഈ അനാസ്ഥയും മൗനവുമാണ് സംഗതികൾ വഷളാക്കുന്നത്, ക്രിമിനൽസിന് പ്രചോദനം നൽകുന്നത്. സ്ത്രീക്ക് അനീതി മാത്രം കിട്ടുന്ന സന്ദർഭങ്ങളിൽ മുഖം നോക്കാത്ത നടപടിയാണ് ഭരണകൂടങ്ങൾ സ്വീകരിക്കേണ്ടത്. പക്ഷെ അതിവിടെ ഉണ്ടാകുന്നില്ല. ഏതോ തത്പര കക്ഷികൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് മുഴുവനായിട്ട് പൂഴ്ത്തിവെക്കപ്പെടുന്നു. അതുപോലെ ഇവിടെ ഇരയുടെ പേര് മറച്ചു വെക്കണം എന്നൊരു നിയമമുണ്ട്. ഇവിടെ നമ്മൾ വേട്ടക്കാരന്മാരുടെ പേരുകൾ മറച്ചു വെക്കുകയാണ്. ഇരയുടെ പേര് മറച്ചു വെക്കണം എന്ന് പറയുന്നിടത്ത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വേട്ടക്കാരുടെ പേരുകളും മറച്ച് വയ്ക്കുകയാണ്. കാരണം രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് പലരും ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത്. നിങ്ങൾ പറയും ചിലപ്പോ എത്ര പേർ വീണുടഞ്ഞു, എത്ര വിഗ്രഹങ്ങൾ വീണുടഞ്ഞു. പക്ഷെ അതൊക്കെ ചെറുകിട വിഗ്രഹങ്ങളാണ്.
വൻകിട വിഗ്രഹങ്ങളെ തൊടാൻ ആർക്കും ധൈര്യമില്ല. അവരൊക്കെ ആ ഗ്ലാമറോടെ ജ്വലിച്ചു നിൽക്കുന്നു. നമ്മൾ അവരെ വണങ്ങി ഒഴിഞ്ഞു പോകും. അതിനുള്ള ധൈര്യം ആർക്കും ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ അനീതി അവരുടെ മാത്രം ഒരു കുത്തകയാകുന്നു. അവിടെയൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പരിഹാരം അതിനുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. ഇവിടെ കുറേ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് കൺസെന്റ്. കൺസെന്റ് അഥവാ സമ്മതം. അതായത് ഉഭയകക്ഷികളുടെ സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന നിയമപരിഷ്കാരം മറയാക്കിയാണ് ഈ ഒരു വാക്ക് ഈ ഫീൽഡിലെ, ഈ കോണ്ടെക്സ്റ്റിലെ, ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സമ്മതം നൽകിയില്ലെങ്കിൽ തൊഴിലില്ല, വരുമാനമില്ല എന്ന് ഭീഷണിപ്പെടുത്തി സമ്മതത്തിലേക്ക് തിരികെ നയിക്കുന്നതും ഒരർത്ഥത്തിൽ പീഡനം തന്നെയാണ്. അതും പീഡനമാണ്, അതും ഒരുതരം ചൂഷണമാണ്. അതായത് പല കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടിയിട്ട് അവർക്ക് വരുമാനം വേണം. വരുമാനം വേണമെങ്കിൽ ഇത് സിനിമ ഫീൽഡിൽ മാത്രമല്ല, പരസ്യ ഷൂട്ടിങ്ങിന്റെ ഫീൽഡായാലും എല്ലാത്തിലും ഉണ്ട്. ഈവൻ സാഹിത്യ രംഗത്ത് പോലും ഒരല്പം ചൂഷണം നിലനിൽക്കുന്നുണ്ട്, പീഡനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രീമതി ബീന അപ്പോൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എളുപ്പം നിർത്താം. അതായത് ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിന്റെ ഓൺലൈനിൽ ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എഴുതിയത് ധന്യ കെ വിളയിൽ എന്ന ജേർണലിസ്റ്റാണ്. എനിക്കറിയില്ല, നേരിട്ടറിയില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് ഈ ദൃശ്യത്തിന്റെ ഒരു സമഗ്ര ദൃശ്യം നമുക്ക് ലഭിക്കും. കാരണം ഈ ലൈംഗിക പീഡനം മാത്രമല്ല ഈ ഫീൽഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനം. ഒന്ന്, വേതന വ്യവസ്ഥ. സ്ത്രീകൾക്ക് കുറവ് വ്യവസ്ഥയാണ്, പുരുഷന്മാർക്ക് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കുറഞ്ഞ വേതനം കിട്ടുന്നതിന് പോലും സ്ത്രീകൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും ബാർഗെയിനിങ് ആണ്, വിലപേശലാണ്. അങ്ങനെ വിലപേശി മാത്രമേ ഇവർക്ക് ആ ഇത് കൊടുക്കാറുള്ളൂ. അപ്പൊ അതില് പലപ്പോഴും വേതനം നൽകുകയില്ല എന്നും കേൾക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ആ ആർട്ടിക്കിളിൽ ഷൈനി സാറായി കോട്ട് ചെയ്യുന്നുണ്ട്. അവര് പറയുന്നു കോൺട്രാക്ട് പോലും ഒപ്പിടിയില്ല. അപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു കോൺട്രാക്ട് ഇല്ലെങ്കിൽ അത് ലീഗലി ബൈൻഡിങ് അല്ല, നിയമവിധേയമല്ല. പിന്നെ ഇവർക്ക് വേതനം വേണം, പ്രതിഫലം വേണമെന്ന് പറയാനൊരു അവകാശമില്ല. അപ്പൊ ആ രീതിയിൽ ചില റോഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, കോൺട്രാക്ട് ഒന്നും വേണ്ട, സാറിന് വിശ്വാസമാണ് എന്നവരെ കൊണ്ട് പറയിക്കുന്നിടത്ത് ഈ മുതലാളിമാരുടെ, കുത്തക മുതലാളിമാരുടെ ചൂഷണത്തോടൊപ്പം അവരുടെ അധികാര വ്യവസ്ഥയും എല്ലാം ക്ലിയർ ആയിട്ട് വരികയാണ്. അതുപോലെ ഇവർക്കുള്ള പ്രതിഫലം, ഞാൻ വായിച്ചതാണ്, പ്രതിഫലം പലപ്പോഴും കമ്പനി അക്കൗണ്ടിൽ നിന്നല്ല വരുന്നത്, ആരെങ്കിലും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരാളൊരു ദിവസം 10,000 രൂപ ഇടുന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ട് വേറൊരാളിന് 15,000 ഇടുന്നു. ആക്ച്വലി ഈ ഇടുന്ന ആളുകൾ കമ്പനിയിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങിക്കുന്നത്? കോൺട്രാക്ട് ഒപ്പിട്ടിട്ടില്ല, വ്യവസ്ഥകൾ അറിയില്ല. അപ്പോൾ പിന്നെ കിട്ടുന്ന പൈസ അവർക്കുള്ളതാണോ, എത്ര കുറഞ്ഞിട്ടുണ്ട്, ഒന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് ലൈംഗിക പീഡനത്തോളം തന്നെ വളരെ ക്രൂരമായ പീഡനമാണ്. കാരണം പൈസയ്ക്ക് വേണ്ടിയാണ് അവരവിടെ വരുന്നത്. എന്നിട്ട് അവരെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുകയും നാണം കെടുത്തുകയും ചെയ്യുന്നത് വളരെ വളരെ എന്താ പറയുക, വൃത്തികെട്ട പരിപാടിയാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതും എന്ന് ഭീഷണിപ്പെടുത്തി പ്രതിഫലം വാങ്ങിക്കേണ്ട ഒരു സന്ദർഭത്തെക്കുറിച്ചും ഞാൻ വായിച്ചു ആർട്ടിക്കിളില്. അതായത് തന്നില്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതും. ഇപ്പൊ അതാണല്ലോ, എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ട് ഓൺലൈൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുറെ കൂടെ ശ്രദ്ധിക്കപ്പെടും. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രതിഫലം വാങ്ങിച്ച നടിയുടെ കാര്യവും ആ ആർട്ടിക്കിളിൽ കണ്ടു. അപ്പൊ നമ്മുടെ മാലാ പാർവതി അറിയാമായിരിക്കും, പ്രശസ്തയായ നടിയാണ്, എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. അവര് പറഞ്ഞിട്ടുണ്ട് പ്രതിഫലം എത്ര എന്ന് ചോദിച്ചാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കില്ല. തീർന്നല്ലോ. പ്രതിഫലം എത്ര എന്ന് ചോദിച്ചാൽ പിന്നെ സിനിമയിലേക്ക് വിളിക്കില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് അനീതികൾ സഹിച്ചുകൊണ്ടാണ് സ്ത്രീകൾ അവിടെ നിൽക്കുന്നത്. ഇനി ഇതൊക്കെ പറയാൻ എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും അതിൻ്റെ വഴി എങ്ങനെയാണ്, പുറത്തേക്കുള്ള വഴി എന്താണ്, എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങളെന്ന് അറിയാൻ താല്പര്യത്തോടെ വന്ന് ഇരിക്കുകയാണ്. പക്ഷെ ചില വാർത്തകൾ നമ്മളെ വളരെ ഷോക്കിംഗ് ആക്കുന്നു. അതായത് ഭക്ഷണവും ടോയ്ലറ്റ് സൗകര്യവും വരെ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു.
പിന്നെ അതുപോലെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന കാരവനിൽ നിന്ന് സീനിയേഴ്സ് വരുമ്പോൾ ഇറക്കി വിടുന്നു. ഇതൊക്കെ ഒരു ദിനം ശരിക്കും പറഞ്ഞാൽ ചൂഷണമാണ്. അതൊക്കെ ലൈംഗിക പീഡനത്തോളം തന്നെ ഗുരുതരവുമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ വിലപിക്കുന്നത്, വിപ്ലവം കാണിക്കുന്നത്, ഉറക്കെ സംസാരിക്കുന്നത്. അവർക്ക് നമ്മുടെ സപ്പോർട്ട് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ ഇതിനെ എന്താണ് ഇതിൽ നിന്ന് ഈ ഒരു ദുർഘടാവസ്ഥയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി എന്ന് ചിന്തിക്കുക. ഈ ജെൻഡർ ഡിഫറൻസസ് വളരെ അധികം ഓപ്പറേറ്റ് ചെയ്യുന്ന ഫീൽഡാണ് സിനിമ ഫീൽഡ് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിലര് വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷേ പ്രതികരണ തൊഴിലാളി അല്ലാത്തത് കൊണ്ട് ഞാൻ അഭിപ്രായം പറയാറില്ല. എന്നാൽ പോലും ചില അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഉണ്ടാകാതെ ഇരിക്കാനും വഴിയില്ല, നിവൃത്തിയില്ല. ആ രീതിയിൽ നമ്മൾ പ്രതികരിച്ചു പോകുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് കേൾക്കാൻ ഔത്സുക്യത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഒന്നുകൂടി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം വളരെ കഥയിലെ പോലെ തന്നെ വളരെ ശക്തമായ വാക്കുകളോടുകൂടി ചന്ദ്രമതി നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് സംസാരിക്കാനുള്ളത് WCCയുടെ മാത്രമല്ല, ബീന പോൾ WCCയുടെ ആള് എന്നത് മാത്രമല്ല, നമുക്കറിയാം മലയാളത്തിലെ ചലച്ചിത്ര രംഗത്ത് ആദ്യത്തെ ശക്തമായ സ്ത്രീ സാന്നിധ്യമാണ്. എനിക്ക് ബീന ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു കവറിൽ ബീന ചേച്ചി പറഞ്ഞതായി വന്ന ഒരു വാചകമാണ്, അഭിപ്രായമുള്ള സ്ത്രീക്ക് എപ്പോഴും ആർക്കും ഇഷ്ടമല്ല, അഭിപ്രായമുള്ള സ്ത്രീ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളത്. ബീന ചേച്ചി ബീന പോൾ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന എപ്പോഴും വരുന്ന ഒരു ഓർമ്മ അതാണ്. അത് മാത്രമല്ല, ശരിക്കും നമുക്ക് WCC എന്ന് പറയുമ്പോൾ ശരിക്കും കേരളത്തിലെ സ്ത്രീ ചരിത്രത്തിൽ എന്നും നമ്മളെല്ലാം വളരെ കൃതജ്ഞതാപൂർവ്വം തന്നെ ഇവരെ എല്ലാവരെയും സ്മരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ തന്നെ ഒരു എത്രയോ കാലമായി പല പല എഴുത്തിലൂടെയും അല്ലെങ്കിൽ ഇത്തരം മീറ്റിങ്ങുകളിൽ കൂടെയൊക്കെ നമ്മൾ നേടാൻ ശ്രമിച്ച, നമ്മൾ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായ ശ്രമത്തിൽ കൂടി അധികം ബഹളങ്ങളൊന്നുമില്ലാതെ ഒരു മിഷൻ പോലെ, അതാണ് എനിക്ക് അവരെക്കുറിച്ചുള്ള WCCയെക്കുറിച്ചുള്ള എപ്പോഴും ഉള്ളൊരു അവരതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് അവർ ചീത്ത കേൾക്കുന്നുണ്ട്, അവരുടെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ വഴിമുട്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായി. പക്ഷെ ഒന്നിനെയും കൂസാതെ കുറേ പെണ്ണുങ്ങൾ വളരെ ശക്തമായി തന്നെ അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവർ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അതിന് എന്നും തന്നെ നമ്മളെല്ലാവരും അവരോട് കടപ്പെട്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല. അടുത്ത് നമ്മളോട് ബീന പോള് സംസാരിക്കും, അത് കഴിഞ്ഞ് സരിതാ മഠത്തിൽ സംസാരിക്കും. ഇവർ രണ്ടുപേരും തന്നെ ഈ മാറ്റത്തിൻ്റെ വഴിയൊരുക്കുന്നതിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയവരാണ്. ആദ്യം ബീന പോളിനെ ക്ഷണിക്കുന്നു. അല്ല, എനിക്ക് അപ്പോൾ ടെൻഷനുള്ള സമയത്ത് എനിക്ക് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. വെരി സോറി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒന്ന് പറയാനുള്ളത് ദാറ്റ് ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് വിമൻ ഹു സ്റ്റുഡ് ബൈ അസ്. ഇതൊക്കെ ഇവിടെ ഞങ്ങൾ ഈ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ മൊത്തം ഒരു ജെൻഡർ ക്വസ്റ്റനിങ് കേരളത്തിൽ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു വി ആർ വൺ പാർട്ട് ഓഫ് ഇറ്റ്. കാര്യം ഞങ്ങൾ നമ്മുടെ തൊഴിലില്ല ഇത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. പക്ഷേ ഒത്തിരി സപ്പോർട്ട് all the women's organizations really gave us a lot of support, lot of strength, lot of courage, lot of advice, lot of really support. So first of all, I thank all of you here for that support. Hema Committee report inde oru karyam parna, it is only a first step. We can only see it as a first step. There are many problems in the report also sometimes, but the very fact that the Hema Committee report is out there and it has pointed out that there are so many problems has been, I think, has shaken up Kerala society a lot. Karyam ellarthu pole idonnum illa ചുമ്മാ പെണ്ണുങ്ങൾ പറയുക, ദർ ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ വേറെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തന്നെ പോയി ചെയ്യുക. ഇതൊക്കെ എന്തിനാ സിനിമയിൽ കയറുന്നത്? സിനിമ കയറിയാൽ ഇതൊക്കെ ഉണ്ടാവും.
So I think that notion has been very badly shaken, that there is a very strong power structure, economic power structure that operates in professions. നമ്മുടെ പ്രൊഫഷനിൽ മാത്രമല്ല എല്ലാ പ്രൊഫഷനിലും ഒരു ഇക്കണോമിക് പവർ ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് വിമൻ ഗെറ്റ് the bad end of the stick. That is the problem, that when you are a powerful person, so what we are seeing is actually a power play happening, that women are all the time subject to the fact that they are not necessary. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ 2-3 ആക്ട്രസസ് ഉണ്ടെങ്കിൽ അത് മതി, അല്ലെങ്കിൽ 2-3 സിംഗേഴ്സ് അത്യാവശ്യം ആയതുകൊണ്ട് സിംഗേഴ്സ് വേണം, ബാക്കി ആരെ ആവശ്യമില്ല. സ്ത്രീകൾ ഒരു എക്സ്ട്രാ സാധനങ്ങളായി ഈ ഇൻഡസ്ട്രിയിൽ. ദാറ്റ് ഈസ് വൺ തിങ് വി ഹാവ് സീൻ. സെക്കൻഡ്ലി ദാറ്റ് when you are in the industry, your gender, your body becomes very important. That the fact that you are a woman becomes more important than your ability to work, your talent, your anything else. Nothing else is as important as the fact that you're a woman. So I think the main lessons we have learned from this report is that it is a very deep problem. It is not ഇപ്പോൾ ഈക്വൽ വേജസ് കൊടുത്താൽ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കരുത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് കൊടുത്താൽ അത് ശരിയാവുമെന്ന് വിചാരിക്കാൻ പാടില്ല. ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ഇറ്റ്. These are all very, very small parts of it. It is a deeply systemic problem in society. And this problem is the problem of patriarchy. The problem that men really, or the system, I won't say men, because there are very nice persons also who we have worked with, we know. The whole system is a patriarchal system, a system of power. Power is what works. And that power is in the hands of mostly men. So, you know, this ഈ ഫൈറ്റ് എല്ലാവരും ചോദിക്കുന്നു, വാട്ട് ഈസ് ദിസ് ഫൈറ്റ്, ഇത് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫാക്ട് ദാറ്റ് നോബഡി ബിലീവ്സ് അസ്. ആദ്യം മുതൽ വെൻ വി ഫോം WCC, എവ്രിബഡി സെഡ് ചുമ്മാ പറയുക, അല്ലെങ്കിൽ മലയാളം സിനിമ ചീത്തയാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത്. പക്ഷേ ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോഴേ പറഞ്ഞിരിക്കുന്നു, WCC has brought up a real genuine problem in the. So finally there is one glimmer of hope. പക്ഷെ അതിൻ്റെ മുമ്പ് ഇപ്പോൾ അമ്മ റിസൈൻ AMMയുടെ ധാരാവികളൊക്കെ റിസൈൻ ചെയ്യുന്നതൊക്കെ ദാറ്റ് ഈസ് ആസ് യൂഷ്വൽ പ്രിറ്റൻഡിങ് ദർ ഈസ് നോ പ്രോബ്ലം. സോ first of all, we all have to together in the industry accept that there is a problem. There is a genuine problem, the problem of how marginalized genders and people are excluded. That you have to have, you see, you can work, there are ways of working, and for a woman the way to work into this power structure is through the body. That is what they have made to believe, that you can only become an actor if you do something like this. You have to be able to, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം അല്ലേ, അയ്യോ അത് കേട്ട് യു ഗെറ്റ് ഷോക്ക്ഡ്. ഇങ്ങനെ ഒരു ആൾ ഇങ്ങനെ പറയുന്നത് തന്നെ ഒരു പ്രൊഫഷണൽ സ്പേസിൽ ഇത് പറയാൻ പറ്റുന്നത് തന്നെ ഒരു ഡോക്ടറായിട്ട് ആരെങ്കിലും പറയുമോ, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറടുത്ത് പറയുമോ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല? സോ ദാറ്റ് ഈസ് ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് ലേണിംഗ് ഓഫ് ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ദാറ്റ് ഇറ്റ് ഈസ് എ very deeply systemic problem. We have to change attitudes. Very deeply we have to change attitudes. Women have to believe, first of all, themselves,
that they have an equal space. ഞാൻ പറയുന്നത് സ്ത്രീകൾ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് പബ്ലിക് സ്പേസസ്, we hardly occupy any public spaces. We don't know how to occupy public spaces. It's becoming കുറച്ച് ബെറ്റർ. ഇപ്പം ആദ്യമൊക്കെ ഫോർ എക്സാമ്പിൾ ഫിലിം ഫെസ്റ്റിവൽ സ്ത്രീകൾ വരത്തേ ഇല്ലായിരുന്നു. ഇറ്റ് ഈസ് ആക്ച്വലി ഫോർ എവറിബഡി. സോ ഇങ്ങനത്തെ ഒരു fight from our side is also required, that we have to recognize that we have also some agency, some power, some rights actually. Why are we believing that that we don't have a right to be in this profession? Of course there are historical reasons. We know there are historical reasons. We know that women have always not been appreciated when they are artists. That is a very old problem. But why is it that the contradiction in Malayalam cinema is, നമ്മുടെ പടങ്ങൾ ഇതൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എവിടെ പോയാലും മലയാളം സിനിമയുടെ കോണ്ടൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദ പ്രോസസ് ഇസ് സോ ഫ്യൂഡൽ. നമുക്ക് ആ വേർഡ് തന്നെ യൂസ് ചെയ്യാം. പേട്രിയാർക്കൽ ഫ്യൂഡലിസം ഇസ് വാട്ട് ദ മലയാളം സിനിമ ഇസ് or was till WCC came. And I think we must have, the main thing we have done is pushed gender as an agenda. ഇതുവരെ പറയാത്ത ഒരു കാര്യം WCC അന്ന് ഫോം ചെയ്തപ്പോഴേ ഞങ്ങൾ അത് പറയാൻ തുടങ്ങിയപ്പോഴേ ആദ്യം ഭയങ്കര ഡിനായലായിരുന്നു. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേ കുറേയൊക്കെ ഇപ്പോൾ ഒരു എന്നാ പറയുന്നത് ഒരു കുറച്ച് ഷേക്കപ്പ് ആവുന്നുണ്ട്. We are hoping that this, see everybody is telling us, oh ഇപ്പോൾ കന്നഡ സിനിമയിൽ ഇത് നടക്കുന്നു, ചെന്നൈ സിനിമയിൽ ഇത് നടക്കുന്നു, അല്ലെങ്കിൽ ബോംബെയിൽ ഇതൊക്കെ നടക്കാൻ പോവാം. പക്ഷേ എൻ്റെ ഒരു ഫീലിംഗ് ആണ് that Kerala society has to change. Kerala society has to feel the repercussions of the Hema Committee report. There has to be a shake-up to this patriarchy of, which is a very kind of ഒരു schizophrenic സാധനമാണ്. കാര്യം nobody accepts. Only we as women know how we are treated when we go to certain places, how we are not allowed to go to certain places, how there are certain expectations, whether in the family, outside the family. So my hope is that this whole churning, ഇപ്പോൾ നടക്കുന്ന ഒരു churning will affect Kerala society as a whole, and we will learn and want to give an equal space, an equal respect, equal ambition, equal dreams to all members of society. So this has been a very ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഇങ്ങനെ നടക്കുമെന്ന്. അന്ന് ഭാവനയുടെ കേസ് നടന്നപ്പോഴേ അല്ലെങ്കിൽ വി വർ ഓൾ കമ്മിങ് ടുഗെദർ ഒരു ഫ്രണ്ടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ. പക്ഷേ ഈ 5-6 വർഷം കഴിയുമ്പോഴേ വി ഹവ് റീച്ച്ഡ് സംവെയർ എൽസ് ആൻഡ് വി ആർ ഹോപ്പിംഗ് ദാറ്റ് നമ്മുടെ ജോലി ഇപ്പോൾ കഴിയും. എന്നിട്ട് ബാക്കി എല്ലാവരും ഏറ്റ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകും. Thank you.